ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് ഞാൻ കുറേയധികം വെജിറ്റേറിയൻ റെസിപ്പീസാണ് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് നോൺ വെജൊക്കെ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നൊരു മത്തിക്കറിയാണ്. ഇതൊരു കൊച്ചി സ്റ്റൈലുള്ളൊരു മത്തിക്കറിയാണ്. ഇതിന് മത്തി തിളപ്പിച്ചതെന്ന് പറയും. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനുള്ള മീൻ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിവിടെ ഇതുപോലുള്ള രണ്ട് കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മുറിക്കാതെ ഈ കറി ഉണ്ടാക്കാം. ഇനി ഈ കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കാശ്മീരി ചില്ലിപ്പൊടി, സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാനിവിടെ കറിക്കായിട്ട് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. അപ്പോൾ കറിക്ക് നല്ല കളറും ഇത്തിരി കൊഴുപ്പും കിട്ടും. പിന്നെ എരിവിനായിട്ട് കുറച്ച് സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പുപൊടിയും ആവശ്യത്തിന് വെളിച്ചെണ്ണയും. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളകും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ ഉള്ളിയുടെ കളറെല്ലാം മാറി ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലിപ്പൊടി, സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴറ്റാനായിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. കൂടുതൽ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ കറി അത്ര ടേസ്റ്റ് കാണില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വിനാഗിരി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ തക്കാളിയോ അല്ലെങ്കിൽ മാങ്ങയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിക്കണം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് പതുക്കെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ചട്ടി ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യാം. ചട്ടി മൂടിയതിന് ശേഷം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 8 തൊട്ട് 10 മിനിറ്റ് വരെ നമ്മൾ കുക്ക് ചെയ്യണം. ഇടയ്ക്ക് മൂടി മാറ്റിയിട്ടൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ മീൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കറിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചട്ടി ഒന്ന് വെറുതെ ചുറ്റിച്ചു കൊടുക്കാം. ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ ഗ്രേവി കുറച്ച് ലൂസായിട്ടുള്ളതായിരിക്കും, അതിന് തിക്കായിട്ടായിരിക്കില്ല ഇരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് അയില, കണമ്പ്, മുള്ളൻ അതുപോലെയുള്ള ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ട് ഉള്ള മീൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇനി ഈ കറിയുടെ പുറത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റിയുമായ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ചാള തിളപ്പിച്ച് റെഡിയായി കഴിഞ്ഞാൽ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.